സ്റ്റാറ്റസ് ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് വന്നിട്ടില്ല, നസ്മേൻ്റെ പാസ്വേഡ് അപ്ഡേറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഒന്നും നമുക്ക് വന്നിട്ടില്ല. സോ അത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആ മെസ്സേജസും കൂടി ഒന്ന് ഇതിനകത്ത് കോഡ് ചെയ്തിടുകയാണ്. സോ നമുക്ക് എന്താ പറയണേ, ഇവിടെ വരാം, ഹോമിൽ വരാം, നമ്മളെ ടെംപ്ലേറ്റ്സിനകത്ത് base.html. യെസ്, സോ അതായത് നമ്മൾ ഉണ്ടാക്കി വെച്ച് നോക്കുമ്പോൾ നാവിഗേഷൻ ബാർ കഴിഞ്ഞു. കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഈ ഏരിയയാണ്. ഈ കണ്ടന്റിന്റെ തൊട്ട് മുകളിലായിട്ട് ഇവിടെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇഫ് കണ്ടീഷൻ അവിടെ വെക്കാം. കാരണം നമുക്ക് എപ്പോഴും മെസ്സേജ് നമ്മൾ നോർമൽ മെസ്സേജ് കാണിക്കാം, നമ്മൾ റിട്ടേൺ ചെയ്യുന്ന എങ്ങനെയാണ് മെസ്സേജസ് ഡോട്ട് സക്സസ് നമുക്ക് റിട്ടേൺ ചെയ്യും. സോ നമുക്ക് ഇതിങ്ങനെ ഇതിനകത്ത് മെസ്സേജസ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ചെയ്യും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ എല്ലാ മെസ്സേജും എപ്പോഴും ഉണ്ടാവുന്നില്ല, മെസ്സേജ് ആ സമയത്ത് ഉണ്ടാവും. സോ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, ഇഫ് കണ്ടീഷൻ എഴുതി വെക്കണം. സോ നമുക്ക് അവിടെ ഇഫ് ഇടാം, ഇഫ് മെസ്സേജസ് നമ്മൾ പേസ്റ്റ് ചെയ്താൽ മതി. ഇഫ് മെസ്സേജസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഓക്കെ മെസ്സേജസ് ഉണ്ടാവും എപ്പോഴും ലിസ്റ്റ് ആയിട്ടാണ്, കാരണം മൾട്ടിപ്പിൾ മെസ്സേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ UL എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് ഞാൻ ഒരു ഫോറിൽ ഇട്ടു, എന്നിട്ട് ഫോർ മെസ്സേജസ് ഇൻ അല്ലെങ്കിൽ മെസ്സേജ് ഇൻ എന്തായാലും കുഴപ്പമില്ല, മെസ്സേജസ് എന്ന് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മെസ്സേജസ് എന്ന് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സ്ലാഷ് സ്ലാഷ് വരുന്നുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ലിസ്റ്റ് ആയിട്ട് മാറ്റി ആഡ് ചെയ്യാം. ഓക്കെ ഇങ്ങനെ കൊടുക്കും, ക്ലാസ് എന്തെങ്കിലും കൊടുക്കണം. അതിനകത്തൊക്കെ നമുക്ക് ലിസ്റ്റ് ചെയ്യാം, മെസ്സേജസ് എന്ന് പറഞ്ഞു മെസ്സേജസ് മെസ്സേജ് അല്ലേ, കോപ്പി അപ്പോൾ എന്തൊക്കെ മെസ്സേജ് ആണുള്ളത് ജസ്റ്റ് യൂസറിനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ യൂസർ സക്സസ്ഫുള്ളി അപ്ഡേറ്റ്. ഓക്കെ ഓൾറെഡി നമുക്ക് ഒരു മെസ്സേജിന്റെ സാമ്പിൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ UL നിങ്ങൾക്ക് ക്ലാസ് കൊടുക്കാം, ഇവിടെ മെസ്സേജസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ലാസ് മെസ്സേജസ് തന്നെ കോപ്പി ചെയ്തിട്ട് നമ്മുടെ style.css സ്റ്റാറ്റിക്കിനകത്ത് style.css വന്നിട്ട് ഇവിടെ നിട്ടേക്കാം. ഇവിടെ പുള്ളിൻ്റെ കാര്യങ്ങൾ വന്നു വെക്കാം, എന്തൊക്കെ വിളിക്കാണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പച്ചയാണ് അല്ലേ, സക്സസ് മെസ്സേജ് അല്ലേ, അപ്പോൾ നമുക്ക് __ സക്സസ് മെസ്സേജ് ബാക്ക്ഗ്രൗണ്ട് ഡയറക്റ്റ് കൊടുക്കാം. പക്ഷേ ഞാൻ നമുക്ക് ഒരു ഫ്യൂച്ചർ ഓർഗനൈസിംഗ് വീഡിയോ പറയാം. സോ നമുക്ക് എന്ത് വെച്ചോളാം, ഗ്രീൻ കളർ പലറ്റ്സ്. ഓക്കെ നമുക്കൊരു ഈ പച്ച കൊടുക്കാമോ, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇത് എങ്ങനെ നമുക്ക് കൊണ്ടുപോകും. ഈ കളർ നമുക്ക് കൊടുക്കാം, നല്ല കളർ. അവിടെ എൻ്റെ കോപ്പി ചോളാം, കോപ്പി ടു ക്ലിപ്പ് ബോർഡ്. ഓക്കെ ആ കളർ കൊടുത്തു. ഇവിടെ സക്സസ് മെസ്സേജിൻ്റെ സാധനം കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളറിൽ ഞാൻ വേരിയബിൾ സക്സസ് മെസ്സേജ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു. പിന്നെ ടെക്സ്റ്റ് അല്ല കളർ വൈറ്റ് ആണ് നമുക്ക് വേണ്ടത്, നോവ പ്രൈമറി കളർ, വേരിയബിൾ നോവ പ്രൈമറി കളർ. പിന്നെ ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ, നമുക്ക് ബോർഡർ റേഡിയസ് 30 പിക്സൽസ്. ഇത്രയും കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ വന്നിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. അത് പോയിട്ടുണ്ട്, യൂസർ വന്നു, ആഡ് യൂസർ കൊടുത്തു. യൂസർ നെയിം ഞാൻ എന്താണ് മഞ്ജു എന്ന് പറഞ്ഞു, ഗ്രൂപ്പ് ഞാൻ അഡ്മിൻ ആക്കി മഞ്ജുവിനെ. ഫസ്റ്റ് നെയിം ഞാൻ മഞ്ജു എന്ന് കൊടുക്കാം, സെക്കൻഡ് നെയിം ഞാൻ CM എന്ന് കൊടുക്കാം. സെക്കൻഡ് നെയിം ഇല്ലല്ലോ, manju@gmail.com. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ CM ഇട്ട് കൊടുക്കാം, സെക്കൻഡ് നെയിം പ്രിഫർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ _1234566 _1234566. ഫോൺ നമ്പർ ഞാൻ 123 അല്ലെങ്കിൽ 88931155. ഫോൺ നമ്പർ 2 ഞാൻ 12345678. ഓക്കെ സബ്മിറ്റ് കൊടുത്തു. സബ്മിറ്റ് ആയില്ല, ആയില്ല. എന്താ പ്രശ്നം, എൻ്റെ സെയിം പാസ്വേഡ് ഇപ്പോൾ ഫോർ വെരിഫിക്കേഷൻ എൻഷുർ ദ വാല്യൂ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഈ പാസ്വേഡിൽ എന്താ പഠിച്ചാൽ നേരത്തെ എന്താ നോക്കാം, നിൽ *123456789 നിൽ *123456789. സബ്മിറ്റ്. നമ്മൾ സ്റ്റാഫ് ആക്കിയല്ല അഡ്മിൻ ആക്കി. ഫസ്റ്റ് നെയിം മഞ്ജു CM കൊടുത്തു. ഇമെയിൽ അഡ്രസ്സ് manju@gmail.com. ഓക്കെ ഇവിടെ യൂസർ ക്രിയേറ്റ് സക്സസ്ഫുൾ വന്നിട്ടുണ്ട്. പക്ഷേ പ്രോബ്ലം ഇസ് എന്താ പറയുക, ആ പച്ച ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സോ അതുകൊണ്ട് നമുക്ക് തിരിച്ച് നമ്മൾ എന്താണ് സേവ് ചെയ്യാം, യൂസിലേക്ക് വരാൻ മിക്കവാറും വരാത്ത റീസൺ ഈ ഒരു ഓക്കെ മനസ്സിലായി. കാരണം നമ്മുടെ മെസ്സേജ് ടാഗ്സ് ആണ് കൊടുക്കുന്നത്. സോ നമ്മുടെ മെസ്സേജ് ടാഗ് എന്ന് പറയുന്ന സാധനം എവിടെയാണ് മെസ്സേജ് ടാഗ് ക്ലാസ് UL-നകത്താണ് വരുന്നത്. നമുക്ക് ആക്ച്വലി നമ്മുടെ UL അല്ല എല്ലാവരും നമുക്ക് ഇതിനകത്ത് എന്താ പറയുക ലിസ്റ്റ് ചെയ്യേണ്ടത്. സോ അല്ലെങ്കിൽ സ്റ്റൈൽ ചെയ്യേണ്ടത്. സോ നമുക്ക് സ്റ്റൈലിനകത്ത് വന്നിട്ട് മെസ്സേജസിനകത്തുള്ള LI എന്ന് പറഞ്ഞു കൊടുത്തു. ഞാൻ സ്ട്രൈക്ക് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്യട്ടെ നമ്മുടെ UL-നകത്ത് എന്തൊക്കെയുള്ളതെന്ന് പറയാം. UL അപ്പോൾ മെസ്സേജസ് നമ്മുടെ ക്ലാസ് വന്നിട്ടുണ്ട്. പക്ഷേ ഓക്കെ അതിവിടെ കോൾ ആയിട്ടില്ല. അപ്പോൾ അത് മിക്കവാറും നമ്മുടെ ക്യാഷ് ഡാറ്റ ലോഡ് ആക്കിക്കൊണ്ടായിരിക്കും. ഓക്കെ കുഴപ്പമില്ല, നമുക്കൊന്ന് ഹാർഡ് റിഫ്രഷ് ചെയ്താൽ മതി. അതായത് നമുക്ക് ഈ ലിസ്റ്റിന്റെ ഈ റേഡിയോ എന്ന് പറഞ്ഞ സാധനം വേണ്ട. സോ ലിസ്റ്റ് ഡെക്കറേഷൻ ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് നമ്മൾ ഞാൻ ഇട്ടു കൊടുത്തു. ഞാൻ കണ്ടോസിറ്റ് അടിക്കുകയാണ്. ഒന്നും കൂടെ ഞാൻ മഞ്ജുനെ വെച്ചിട്ട് ഞാൻ അതിനാക്കിയിട്ട് വെറുതെ ഒന്ന് സബ്മിറ്റ് ചെയ്തു. യൂസർ വാസ് സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് എന്ന് കൊടുത്തു. കുറച്ച് പാഡിംഗ് കൊടുക്കാൻ തോന്നുന്നു. അതിന്റെ കളർ നമുക്ക് ഡീപ്പ് പച്ചാക്കി കുറച്ച് കൊടുത്തിട്ടുണ്ടാവും. സോ ഞാൻ ഇതിനകത്ത് വെറുതെ ഒരു പാഡിംഗ് ഞാൻ ടോപ്പിലേക്ക് ഒരു 20 പിക്സൽസും റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് കൊടുക്കില്ല, 0 കൊടുക്കുകയാണ്, 0 ടച്ച്. പിന്നെ നമുക്ക് കളർ അല്ലേ, ഈ കളർ നമുക്ക് മാറ്റണം. സോ അതിന് വേണ്ടിയിട്ട് സക്സസ് അല്ല സക്സസ് മെസ്സേജ് കളർ എന്താ പറയുക ടെക്സ്റ്റ് കളർ ഈക്വൽ ടു പറഞ്ഞിട്ട് ഈ കോഡ് ഞാൻ ഇങ്ങനെ തന്നെ കോപ്പി റെഡിയാണ്. എന്നിട്ട് ഞാൻ ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ചും കൂടി ഡാർക്ക് എന്ന് പറഞ്ഞാൽ താഴേക്ക് വേണ്ടി ഇതാക്കില്ല. ഓക്കെ ഡാർക്ക് പച്ച കൊടുത്ത് സേവ് ചെയ്തു. എന്നിട്ട് ഈ സക്സസ് മെസ്സേജ് ടെക്സ്റ്റ് കളർ അവസാനം ഞാൻ ഇങ്ങനെ കോപ്പി ചെയ്തിട്ട് ഇതിനകത്ത് ഞാൻ ഈ കളർ വേരിയബിൾ മാറ്റി ഇട്ട് കൊടുത്തു. ഓക്കെ ഇനി ഞാൻ ഒന്നും കൂടെ മഞ്ജു ക്ലിക്ക് ചെയ്തു.
ഗ്രൂപ്പ് എടുത്തിട്ട് എന്താണ് അഡ്മിനാക്കി സബ്മിറ്റ് ചെയ്തു. അപ്പോൾ യൂസർ വാസ് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഈ ഒരു റൗണ്ട് ഒന്നുകൂടെ കുറയ്ക്കാനാണ്. ഒരു കാര്യം ഇൻസ്പെക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് നോക്കാം. ബോർഡർ റേഡിയസ് നമുക്കൊരു 10 പിക്സൽസ് കൊടുത്ത് നോക്കാം. 10 is okay. I think കുറച്ചുകൂടെ 15 is okay. 15 പിക്സൽസ് കൊടുത്താൽ ഓക്കെയാണ്. കളർ ഓൾമോസ്റ്റ് ഓക്കെയാണ്. അല്ലെങ്കിൽ നമുക്ക് അതിനൊന്ന് ബോൾഡ് കൂടെ ആക്കാം. സോ ഇവിടെ നമുക്ക് ആദ്യം 15 കൊടുക്കാം. പിന്നെ ഫോണ്ട് വെയിറ്റ് നമുക്കൊരു 500. ഫോണ്ട് സൈസ് നമുക്കൊരു എക്സ്ട്രാ ലാർജ് കൊടുക്കാം. അഡ്മിൻ നമ്മൾ ഹൈഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് ചെയ്യാം. വൈകാട്ടിന് തന്നെയല്ലേ മഞ്ജു എടുക്കുന്നു. ആൻഡ് ഇവിടെ ഗ്രൂപ്പിൽ വന്നിട്ട് ഞാൻ പിന്നെ അഡ്മിൻ ആക്കുന്നു. സബ്മിറ്റ് ചെയ്യുന്നു. യൂസർ വാസ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി. അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ മെസ്സേജ് കാണിക്കുന്നുണ്ട്. സോ ഇനി എല്ലാ പേജിലും കംപ്ലൈൻറ്റ്സ് നമ്മൾ മെസ്സേജ് കൊടുത്തിട്ടുള്ള അറിയാം. ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കാം. നസ്മേന്റെ പേരിൽ ഞാൻ ഐറ്റംസ് മാറില്ല. ഓക്കെ, അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ മെസ്സേജസ് നിങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ ഫംഗ്ഷനകത്ത് റിട്ടേൺ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇപ്പോഴത്തെ വീഡിയോ. നിങ്ങൾ ഇതിനകത്ത് ബാക്കി നമ്മുടെ മോഡൽസ് എല്ലാം ഇങ്ങനെ താഴെ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഞാൻ എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരാം. മൈ കംപ്ലൈൻറ്റ്സ് വെക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നാവിഗേഷൻ ബാർ ഇപ്പോൾ നിങ്ങളിപ്പോൾ മൈ കംപ്ലൈൻറ്റ്സ് വേറെ സെക്ഷൻ ആണ് വെച്ചു വെച്ചാൽ ഇടാം. പരിപാടി ഇവിടെ ലൈൻ വന്നു. ഇനി അടുത്ത സെക്ഷൻ മൈ കംപ്ലൈൻറ്റ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അടുത്ത് എന്ത് ചെയ്യാം? വെച്ചാൽ ഇടാം. എന്നിട്ട് നിങ്ങൾക്ക് ഐറ്റംസ് അല്ലെ ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഇത് കോപ്പി ചെയ്യുന്നു, ഇവിടെ ഇടുന്നു, എന്നിട്ട് ഇത് കട്ട് ചെയ്യുന്നു, ഐറ്റംസ് ആക്കും. ഐറ്റംസിന്റെ കണ്ട് ചെയ്യാം. ഈ വറൽ മാറ്റിയിട്ട് ഐറ്റംസിന്റെ അങ്ങോട്ടേക്കുള്ള ഈ വറലും കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ അവിടെ കൊടുക്കുക. അപ്പം ഇവിടെ നമുക്ക് എന്ത് വരും? ഐറ്റംസ് വരും. ഓട്ടോമാറ്റിക്കലി ഐറ്റംസ് ആണ്. ഓക്കെ, അതുപോലെ ബാക്കി എന്തൊക്കെയാണ്? പ്ലേസ് ഉണ്ട്. പ്ലേസ് കൊടുക്കുക. കോപ്പി ചെയ്യുക, താഴേക്ക് പ്ലേസ് കൊടുക്കുക. ഓക്കെ, ഇനി ഓക്കെ ഇത് ഒരു കാര്യം കൂടെ പറയാനുള്ളത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്തുണ്ടോ? ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഹോം എന്നുള്ള സാധനം ഉണ്ടാവില്ല. ഇവിടെ ഇങ്ങനെ ആക്റ്റീവായി നിൽക്കുന്നില്ല. അല്ലെങ്കിൽ യൂസർ വിളിക്കുമ്പോൾ നമ്മൾ ഹോവർ ചെയ്യുമ്പോൾ മാത്രമേ പോകുന്നുള്ളൂ. അല്ലെങ്കിൽ ഇതിങ്ങനെ കണ്ടോ പോയി ആ യൂസറിന്റെ അവിടെ ഇപ്പം ഇത് കാണുന്നില്ല. സോ ആ ഒരു സംഭവം നമുക്ക് ഇതിനകത്ത് ചെയ്യാനുണ്ട്. സോ നമുക്ക് അവിടെ ഒരു കാര്യം ചെയ്യാം. ഇവിടെ ഞാനൊരു ക്ലാസ്സിനകത്ത് ഒരു ഇഫ് ടാഗ് ഇട്ട് വെക്കുകയാണ്. ഇഫ് ആക്റ്റീവ് അല്ലെങ്കിൽ ഇഫ് ആക്റ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ആക്റ്റീവ് എന്ന് പറഞ്ഞ സംഭവം വിളിക്കാം. സോ ഇത് ഞാൻ സേവ് ചെയ്യുന്നു. സംഭവിക്കാൻ പോകണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്റ്റീവ് എന്നുള്ളൊരു സാധനം നമ്മൾ ട്രൂ എന്ന് പറഞ്ഞ് പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നാൽ ഡിലീറ്റ് ബട്ടൻ്റെ അകത്ത് ട്രൂ പാസ് ചെയ്ത് ഓർമ്മല്ലേ? അതുപോലെ നമ്മൾ ആക്റ്റീവിനകത്ത് ട്രൂ പാസ് ചെയ്യുകയാണെങ്കിൽ ആക്റ്റീവ് എന്നുള്ള ക്ലാസ് ആക്റ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞ് കൊടുത്തു. സോ ഈ ആക്റ്റീവ് എന്നുള്ള പേര് ഞാൻ മാറ്റാം. അത് ബൂട്ട്സ്ട്രാപ്പിലുള്ള പേരാണ്. സോ ഞാനിവിടെ നോവ -ആക്റ്റീവ് എന്നുള്ള പേര് കൊടുക്കാം. ഞാൻ ഇതിനെ കോപ്പി ചെയ്തു. ഇത് ഞാനതിനെ ഇവിടെയൊക്കെ ഇട്ട് കൊടുത്തു. ഓക്കെ, ഞാനിതിനൊന്ന് റീഫ്രഷ് ചെയ്യാണ്. എറേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആക്റ്റീവ് എന്നുള്ള സാധനം നിങ്ങളിപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു. അപ്പോൾ ഹോമിലല്ല യൂസേഴ്സിൽ വന്നു എന്ന് വിചാരിച്ചു. സോ വ്യൂസിൽ വരിക, എന്നിട്ട് ഇതിനകത്ത് ലിസ്റ്റ് യൂസർ ഇല്ലേ, ഇതിൻ്റെ അകത്ത് കോൺടെക്സ്റ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു കോമ ഇട്ടിട്ട് ആക്റ്റീവ് ട്രൂ എന്ന് പറഞ്ഞ് പാസ് ചെയ്യുക. നിങ്ങൾ റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് യൂസേഴ്സ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നോവ ആക്റ്റീവിൻ്റെ ക്ലാസിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. സോ നോവ ആക്റ്റീവ് ആരാണ്, എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. യൂസേഴ്സിനകത്ത് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. ഇത് വന്നിട്ടുണ്ടോ പറയണ്ടേ? ഇവിടെ നോവ ആക്റ്റീവ് വന്ന് കിടക്കുന്നുണ്ട്. കണ്ടോ? ഇവിടെ ഒക്കെ നോവ ആക്റ്റീവ് വന്ന് കിടക്കുന്നുണ്ടല്ലോ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഇഫ് ആക്റ്റീവ് അല്ല, പകരം ഇഫ് ഇവിടെ നമുക്ക് ഇത് ഹോം അല്ലേ, ഇപ്പം നമുക്ക് ഇവിടെ ഹോം ആക്റ്റീവ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഇവിടെ നമുക്ക് കംപ്ലൈൻറ്റ് ആക്റ്റീവ് എന്ന് പറഞ്ഞു. ഓക്കെ, അണ്ടർസ്കോർ കൊടുക്കുക, എപ്പോഴും ഹൈഫൺ കൊടുക്കരുത്. കംപ്ലൈൻറ്റ് ആക്റ്റീവ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഇത് കോപ്പി ചെയ്തിട്ട് നമുക്ക് വ്യൂസിനകത്ത് ഈ ആക്റ്റീവ് മാറ്റി കംപ്ലൈൻറ്റ് ആക്റ്റീവ് എന്ന് കൊടുക്കാം. ഇത് നമുക്ക് ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ യൂസേഴ്സ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഇവിടെ മാത്രമേ എന്തുള്ളൂ? യൂസർ ഹാൻഡിലിനകത്ത് മാത്രമേ എന്ത് കാണുന്നുള്ളൂ? നോവ ആക്റ്റീവ് എന്നുള്ള ക്ലാസ് കാണുന്നുള്ളൂ. ഓക്കെ, സോ ഞാൻ സ്റ്റൈലിൽ വന്നിട്ട് ജസ്റ്റ് താഴെ ഡോട്ട് നോവ ഇങ്ങനെ കൊടുക്കണമെന്നില്ല. നമുക്കിവിടെ മുകളിൽ ഹോവറിൻ്റെ കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് തോന്നുന്നു. നാവായിട്ട് ഇതൊരു കോമ ഇട്ടിട്ട് ഇവിടെ കൊടുത്താൽ മതി. ഒരു ഡോട്ട് കിട്ടും. കംപ്ലൈൻറ്റ് ആക്റ്റീവ് അല്ല, ബൈ ദ വേ നമുക്ക് കൊടുക്കേണ്ടത് എന്താ? നോവ ആക്റ്റീവ് ആണ്. നോവ ആക്റ്റീവ് സ്റ്റൈൽ നോവ ആക്റ്റീവ് ഡോട്ട്. ഓക്കെ, റിഫ്രഷ് ചെയ്യുന്നു. ഇവിടെ യൂസേഴ്സ് കത്തി കണ്ടോ? ഇനി അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? അപ്പം സംഭവം സിമ്പിളാണ്. നമ്മളത്തെ പറഞ്ഞിട്ടുള്ളൂ. നോവ ആക്റ്റീവ് അല്ല, കംപ്ലൈൻറ്റ് ആക്റ്റീവ് എന്ന് പറഞ്ഞ ടാഗ് നിങ്ങൾ അവിടെ ട്രൂ ആണെന്നുണ്ടെങ്കിൽ നോവ ആക്റ്റീവ് എന്ന് പറയുന്ന ക്ലാസ് കാണിക്കണം. സോ നമ്മൾ സ്റ്റൈലിൽ വന്ന സമയത്ത് സ്റ്റൈലല്ല, സോറി, നമ്മളുടെ വ്യൂസിൽ വന്ന സമയത്ത് കംപ്ലൈൻറ്റ് ആക്റ്റീവ് ട്രൂ ആണ്. അപ്പോൾ അവരെന്ത് കാണിച്ചു? യൂസേഴ്സ് എന്നുള്ളത് കാണിച്ചു. ആഡ് യൂസർ കൊടുത്താൽ അത് പോവും. കണ്ടോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കംപ്ലൈൻറ്റ് ആക്റ്റീവ് എടുത്തിട്ട് നിങ്ങൾ
എവിടെ കൊടുക്കുക? ഇതിനകത്ത് കൊടുക്കുക. ഇവിടെയും കൊടുക്കുക, ഇവിടെയും കൊടുക്കുക. കണ്ടോ? അപ്പോൾ നമ്മൾ യൂസേഴ്സിനകത്ത് യൂസേഴ്സ് ക്ലിക്ക് ചെയ്തു, അത് വന്നു. ആഡ് യൂസർ ക്ലിക്ക് ചെയ്തു, അവിടെ തന്നെ ഉണ്ട്. നമ്മൾ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്തു, അവിടെ തന്നെ ഉണ്ട്, പോയിട്ടില്ല. ഹോം ക്ലിക്ക് ചെയ്തു, അത് പോയി. കണ്ടോ? നമ്മൾ കംപ്ലൈൻസ് ക്ലിക്ക് ചെയ്തു, അതില്ല. അപ്പോൾ കംപ്ലൈൻസിൻ്റെ അവിടെ നമ്മൾ എന്താ കൊടുത്തിട്ടുണ്ടായിരുന്നത്? കംപ്ലൈൻറ്റ് ആക്റ്റീവ് ആണ് അല്ലേ? എവിടെ? കംപ്ലൈൻറ്റ് ആക്റ്റീവ് ആണ്. സോ ഇത് ഞാൻ കോപ്പി ചെയ്തു, എന്നിട്ട് കംപ്ലൈൻസിനകത്ത് വന്നു. കംപ്ലൈൻസിനകത്തുള്ള നമ്മളുടെ വ്യൂസ് ക്ലിക്ക് ചെയ്തു, അതിനകത്ത് നമ്മൾ ഏറ്റവും ടോപ്പിൽ വന്നു. ഇതിനകത്ത് നമ്മൾ കംപ്ലൈൻസിൻ്റെ കൂടെ തന്നെ കംപ്ലൈൻസ് ആക്റ്റീവ് എന്ന് പറഞ്ഞ സാധനം :true എന്ന് പറഞ്ഞ് കൊടുത്തു. ഇവനെ അങ്ങ് കോപ്പി ചെയ്യുക, താഴേക്ക് വരിക, നമ്മളുടെ കോണ്ടെക്സ്റ്റിന്റെ ഉള്ളിൽ ഇവനെന്ത് ഇങ്ങനെ എടുക്കണേ, കോമ പേസ്റ്റ് ചെയ്യാം. ലോഗിൻ റിക്വയർഡ് ചെയ്യാം, അതിനകത്ത് അതും പേസ്റ്റ് ചെയ്യാം. കംപ്ലൈന്റ് അല്ലേ, അപ്ഡേറ്റ് ആൻഡ് ഡിലീറ്റ് കംപ്ലൈന്റ്, അസൈൻഡ് കംപ്ലൈൻറ്റ്സ് ഇത് വേറെയാണ്. സോ ഇത്രയും ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ കംപ്ലൈൻറ്റ്സ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് യൂസറാണ് ആക്റ്റീവായി നിൽക്കുന്നത്. അതെന്താ അങ്ങനെ? കംപ്ലൈന്റ് ആക്റ്റീവ് ട്രൂ nav.html ലിസ്റ്റ് യൂസർ. ഓക്കെ, യൂസറിനകത്താണ് നമ്മൾ കംപ്ലൈന്റ് ആക്റ്റീവ് കൊടുത്തിട്ടുള്ളത്. അടിപൊളി. ഓക്കെ, ഇത് നമ്മൾ ഞാൻ യൂസർ ആക്റ്റീവ് ഇവിടെ കൊടുത്തേ. ഇവിടെ ഹോം ആക്റ്റീവ് ആണ് കൊടുത്തേ. മൈ ഗോഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ആക്ച്വലി യൂസർ ആക്റ്റീവ് ആണ് കൊടുക്കേണ്ടത്. യൂസർ ആക്റ്റീവ് ഇവിടെയാണ് നമ്മൾ കംപ്ലൈന്റ് ആക്റ്റീവ് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ കംപ്ലൈന്റ് _ആക്റ്റീവ്. ഇനി കംപ്ലൈന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കംപ്ലൈന്റ് യൂസർ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് പോയിട്ടുണ്ടാവും. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നമ്മൾ കൊടുത്തത് മാറിപ്പോയി. ഇവിടെ നമ്മൾ കംപ്ലൈന്റ് ആക്റ്റീവ് ആയിട്ട് കൊടുക്കുക, യൂസർ ആക്റ്റീവ് കൊടുക്കുക. ഓക്കെ, റിഫ്രഷ് ചെയ്യുക. ഇപ്പോൾ യൂസർ ആക്റ്റീവായി. ആഡ് യൂസർ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് വന്നു. കംപ്ലൈന്റ്, ആഡ് കംപ്ലൈന്റ്. കണ്ടോ? കാര്യങ്ങൾ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാത്തിനകത്ത് ഹോമിനകത്ത് ഉണ്ട് ഓൾറെഡി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഹോം ആക്റ്റീവ് എന്നുള്ള സാധനം കൂടെ കൊടുത്താൽ മതി. സിമ്പിൾ അല്ലേ? ഹോമിൽ വരുന്നു, നിങ്ങൾ ഇതിൻ്റെ വ്യൂസിൽ ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് റിട്ടേൺ ഹോം ആണ് ചെയ്യുന്നത്. ഇതിനകത്ത് നിങ്ങളൊരു കോണ്ടെക്സ്റ്റ് ഇട്ട് വെക്കുക. കോണ്ടെക്സ്റ്റ് അല്ല, ഡിക്ഷണറി. ഹോമിൽ നിങ്ങൾക്ക് ഇനി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഡാഷ്ബോർഡ് അല്ലേ? കോണ്ടെക്സ്റ്റ് ഈക്വൽ ടു ലെറ്റ്സ് സേ ഹോം ആക്റ്റീവ് :true. ഹോം ആക്റ്റീവിന് നമുക്ക് ഇങ്ങനെ കൊടുക്കാം, കോണ്ടെക്സ്റ്റിന് നമുക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് അത് വന്നിട്ടുണ്ട്. യൂസർ വന്നു, കംപ്ലൈൻറ്റ് വന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ആഡ് യൂസർ കൊടുക്കുമ്പോൾ അവിടെ. കണ്ടോ? സിമ്പിൾ അല്ലേ? അപ്പോൾ ഇത്രേ ഉള്ളൂ അതിൻ്റെ ലോജിക്ക്. ബാക്കി നമുക്ക് ഡെക്കറേറ്റേഴ്സ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ.